തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ സത്യമെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ന്യൂസ് മലയാളത്തിന്. തൃശൂർ കോർപ്പറേഷനിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ടർ പട്ടികയിൽ നടന്നത് വൻ ക്രമക്കേടുകൾ. തൃശൂർ കോർപ്പറേഷനും പാർലമെന്റ് മണ്ഡലത്തിനും പുറത്തുനിന്നുള്ളവർക്ക് വ്യാജ മേൽവിലാസം ഉണ്ടാക്കി വോട്ടു ചേർത്തു. തൃശൂർ അയ്യന്തോളിലെ വാട്ടർ ലില്ലി അപ്പാർട്ട്മെന്റിലും പൂങ്കുന്നം ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെന്റും കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ പ്രതിനിധി ലെവിൻ കെ വിജയനും ഷഹീർ ഗുരുവായൂരും നടത്തിയ രഹസ്യാന്വേഷണത്തിന്റെ വിവരങ്ങൾ കാണാം. പാർലമെന്റ് മണ്ഡലത്തിലെ തൃശൂർ കോർപ്പറേഷനുള്ളിലെ പൂങ്കുന്നം ഡിവിഷനിലെ 36 നമ്പർ ബൂത്തിൽ അവിടെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം വാട്ടർ ലില്ലി എന്ന കാഞ്ഞിരപ്പള്ളം എന്ന് പറയുന്ന പ്രദേശത്തെ വാട്ടർ ലില്ലി എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് ഈ വോട്ടർ ലിസ്റ്റ് അനുസരിച്ചുകൊണ്ട് 15ഓളം വോട്ടുകളാണ് ഇവിടെ ചേർക്കപ്പെട്ടതായി ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുകയാണ്. നമ്മൾ ഈ ഫ്ലാറ്റിനുള്ളിൽ കയറി കാര്യങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു 13 ആളുകളെ ഫ്ലാറ്റിലാണെന്ന് പറഞ്ഞത് ഒരു ശ്രീഹരി കെ നായർ, മായ രാമദാസ്, പ്രതികാശ് അങ്ങനെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളാണ്. എത്ര നാളായി? ഞാൻ ന്യൂ ഇന്ത്യയിൽ സംബന്ധിച്ച് വന്നതാണ്. എൻ്റെ ഒരു ശ്രീഹരി കെ നായർ, മായ രാമദാസ്, പ്രതികാശ് എന്ന് പറയുന്ന അങ്ങനെ ആളുകളായിരിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ പുതിയതാണ്. ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന ആളുകളാണോ? അല്ലല്ല, ഞാനിപ്പോൾ കുറച്ച് അല്ല, ഈ ആളുകളുടെ പരിചയമുണ്ടോ? ശ്രീഹരി നായർ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നതാണ് അങ്ങനെ പേരിലുള്ള ആളുകൾ? റെസ്റ്റോറൻറ്റ് റൂമിൽ ഫ്രണ്ട് മീനാണ്. എത്ര നാളായിട്ട് ഞാൻ കുറച്ച് ദിവസമുള്ളൂ. കാര്യം നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. കാര്യം ജോലി ചെയ്തിരുന്നു റൂമിൽ കിടക്കും. ഈ ആളുകൾ അറിയാമോ? എനിക്കറിയാം. സത്യം ഞാൻ വന്നാൽ 8 ദിവസമേ ആയി. അടഞ്ഞുകിടക്കുന്നതും വോട്ടർ പട്ടികയിലെ പേരുകാർ താമസമില്ലാത്തതുമായ വാട്ടർ ലില്ലി ഫ്ളാറ്റിൽ നിന്നും മാത്രം 30 പേരാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്. കോർപ്പറേഷനും ലോക്സഭാ മണ്ഡലത്തിനും പുറത്തുനിന്നുള്ള ഇവരാരും ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ താമസക്കാരല്ല. എന്നാൽ പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഉദയനഗർ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഒരേ ഫ്ളാറ്റ് നമ്പർ ഉപയോഗിച്ചും ഫ്ളാറ്റ് നമ്പർ കൃത്യമായി രേഖപ്പെടുത്താതെയും വോട്ടർ പട്ടികയിൽ ഇടം നേടിയവരാണ്. ബൂത്ത് നമ്പർ 37 ഫോറം 6 പ്രകാരം വോട്ടർ പട്ടികയിൽ പുതുതായി ഇടം നേടിയ 190 പേരിൽ 24 പേരും ഈ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരും. അക്കാര്യം വ്യക്തമാക്കുകയാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണം. ശശിധരൻ്റെ അല്ല, ഫ്ലാറ്റ് നമ്പർ 7 ആയിരുന്നു. നിങ്ങൾ ഒരുപാട് നാളായി ഇവിടെ താമസിക്കുന്നത്? നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? ബിൽഡിങ്ങിന്റെ ഓണർ, ഫ്ലാറ്റിന്റെ ഓണർ ഫ്രണ്ടാണല്ലേ? ഇവിടെ ഒരു ശശിധരനെ, ശ്യാം ശശിധരനെ ഇതിന്റെ ഇൻഷുറൻസ് കമ്പനിന്ന് വന്നിട്ട് ഞാൻ നമ്പർ കൊടുക്കാം, അവർ വിളിക്കും. ഓക്കെ ഓക്കെ.
തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ പൂങ്കുന്നത്തുള്ള ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് നമ്മളുള്ളത്. ബൂത്ത് നമ്പർ 37-ന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം ഇൻലാൻഡ് ഉദയ എന്ന് പറയുന്ന ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഫ്ലാറ്റ് നമ്പർ 7I എന്ന് പറയുന്ന ഫ്ലാറ്റിനുള്ളിലെ താമസക്കാരായുള്ളത് N ശശിധരനും ശ്യാം ശശിധരനും അടക്കമുള്ള 3-ലധികം വ്യക്തികളാണ്. ഇവരെയൊക്കെ നമ്മൾ ഈ ഫ്ലാറ്റിലെത്തി പരിശോധിച്ചപ്പോൾ ആ വീട്ടിലുള്ള ആളുകളോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അങ്ങനെ ഇവിടുത്തെ പുതിയ താമസക്കാരാണെന്നും മുൻപ് ഇവിടെ താമസിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നുമാണ് ഇവരെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഇൻലാൻഡ് ഫ്ലാറ്റിന്റെ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ 30-ലധികം ആളുകൾ ഈ ഫ്ലാറ്റിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ 24 പേരും നിലവിൽ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ ഇൻലാൻഡ് അപ്പാർട്ട്മെന്റ് എന്ന് മാത്രമാണ് ഇതിൽ അഡ്രസ് എഴുതിയിരിക്കുന്നത്. ഫ്ലാറ്റ് നമ്പറോ അല്ലെങ്കിൽ വീട്ടു നമ്പറോ ഒന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമില്ല. രേഖപ്പെടുത്തിയിരിക്കുന്ന ഫ്ലാറ്റ് നമ്പർ 7I താമസക്കാരായി ഈ ലിസ്റ്റിൽ പ്രകാരമുള്ള ആളുകളാരും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ഈ ഫ്ലാറ്റിനുള്ളിലെത്തി നടത്തിയ പരിശോധനയിൽ വ്യക്തമാവുകയാണ്.